ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ട്രാവലർ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് ബ്രൗണിയാണ്. അതായത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, ചോക്ലേറ്റ് ബ്രൗണി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് 1 കപ്പ് മൈദ, ഡാർക്ക് ചോക്ലേറ്റ് ബാർ 1/2 കപ്പ്, പഞ്ചസാര പൊടിച്ചത് 1/4 കപ്പ്, കൊക്കോ പൗഡർ 1/4 കപ്പ്, ബട്ടർ 1/2 കപ്പ്, ബദാം ഒരു 5 6 ചെറുതായി കട്ട് ചെയ്തത്, പാല് 1/2 കപ്പ്, ബേക്കിംഗ് പൗഡർ 1/2 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായി, ഓവനൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായി ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കുക. അതെന്തിനാണ് ഇങ്ങനെ അടിയിൽ പാത്രത്തിൽ വെള്ളം എടുത്തതിന് മെൽറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞൊന്നും പോകാതിരിക്കാനാണ്. പിന്നെ നല്ലതുപോലെ കുക്കാകാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് അലിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം അലിഞ്ഞു വന്നാൽ അതിലോട്ട് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ 1/2 കപ്പ് ബട്ടറാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഒരു വിസ്കോ സ്പൂണായാലും മതി, ഒരു വിസ്ക് ഉണ്ടെങ്കിൽ ആ വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മളിതുപോലെ ഒരു അരിപ്പ വെച്ച് അതിലോട്ട് നമ്മളെടുത്ത് വെച്ചുള്ള മൈദ ഇട്ട് കൊടുക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും കരടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലോട്ട് നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്യുക. അതുപോലെ ബേക്കിംഗ് സോഡ അതും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നല്ലതുപോലെ അരിച്ചെടുക്കുക. നല്ലതുപോലെ തന്നെ അരിച്ചെടുക്കുക. എന്നിട്ട് ഇതൊക്കെ നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ആവണം. ഇനി അത് മാറ്റി വെച്ച് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചുള്ള ചോക്ലേറ്റ് വേറൊരു പാത്രത്തിലോട്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യേണ്ടതൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലോട്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ മൈദയുടെയും ഇതിൻ്റെയൊക്കെ മിക്സ് എടുത്തിട്ട് അതിലിട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഈസ്റ്റ് ഉപയോഗിച്ച് ഇതുപോലെ വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പാല് 1/2 കപ്പ് പാലാണ് നമ്മളെടുത്ത് വെച്ചിട്ടുള്ളത്. അത് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. പിന്നെ കേക്ക് ഉണ്ടാക്കുന്നത് എൻ്റെ സിസ്റ്ററാണ്, ഞാനല്ല. പാല് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മാത്രമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. പിന്നെ മൈദ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്പീഡിൽ മിക്സ് ചെയ്യരുത്, കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബദാം ഒരു 5 6 ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതും അതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലതുപോലെ ആഡ് ചെയ്ത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. നന്നായിട്ട് ആഡ് ചെയ്യുക. ഇനി അടി കട്ടിയുള്ളൊരു പാത്രം, അതായത് കുക്കറോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനോ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ അടി കട്ടിയുള്ളൊരു പാത്രം എടുത്ത് അതിലിതുപോലെ നന്നായിട്ട് ബട്ടറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കേക്ക് നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടിപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബാറ്റർ ഇതുപോലെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ വെച്ചിട്ടോ ഇങ്ങനെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കത് കുക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കാം. അതിനായിട്ട്
പിന്നെ അതുപോലെ കുക്കറാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ മുകളിലുള്ള വിസിൽ എടുക്കാൻ മറക്കരുത്. കുക്ക് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരു പാത്രമോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാത്തൊരു പാനോ വെച്ച് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ എടുക്കുന്ന കുക്കറോ അതുപോലെ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനൊക്കെ വെക്കാൻ. കാരണം അടി പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനാണ്. അതുപോലെ തന്നെ ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കാൻ ശ്രമിക്കുക, ഹൈ ഫ്ലെയിം ആവരുത്. അതുപോലെ ഇതുപോലൊരു വെയിറ്റ് വെച്ച് കൊടുക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എയർ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഒരു 20 to 25 മിനിറ്റ്സ് നമ്മൾ കുക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ലതുപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് കുത്തി കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ ഒട്ടലുണ്ടെങ്കിൽ അത് വെന്തിട്ടില്ല, അല്ലെങ്കിൽ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ട് തന്നെ കേക്ക് റെഡി ആയി കഴിഞ്ഞു. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മളൊന്ന് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള കേക്ക്, ഇതാ നമ്മുടെ കേക്ക് റെഡി ആയി കഴിഞ്ഞു. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ഐസ്ക്രീം വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി വെച്ചാണ്. ഐസ്ക്രീം ഇല്ലെങ്കിലും ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.